ഇന്ന് വൈകിട്ട് അമ്പലത്തിൽ ലക്ഷ്മി പൂജയുണ്ട്, മോൾ വരുന്നില്ലേ? മുത്തശ്ശിയുടെ പെട്ടെന്നുള്ള ചോദ്യമായതിനാൽ എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഇന്ന് അമ്പലത്തിൽ ലക്ഷ്മി പൂജയാണെന്ന്, നീ വരുന്നുണ്ടോ? ഞാൻ വന്നാൽ ശരിയാവില്ല മുത്തശ്ശി. ശരിക്കും ഇന്നലെ ആയിരുന്നു എൻ്റെ ഡേറ്റ്, അതുകൊണ്ട് അമ്പലത്തിലേക്ക് വരാൻ പേടിയാ. അവൾ ഉള്ളിലെ കള്ളത്തരം പുറത്ത് കാട്ടാതെ പറഞ്ഞു. ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നീ വരണ്ട. ഞങ്ങൾ പോയതിന് ശേഷമാണ് നിനക്കാവുന്നതെങ്കിൽ ഇവിടെയുള്ള ഒന്നിലും പോയി തുടരുത്. ഉച്ചഭക്ഷണത്തിന് ശേഷം മുമ്പറത്തെ സോപാനത്തിൽ മുത്തശ്ശിയുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുമ്പോഴാണ് ഈ ചോദ്യോത്തരങ്ങളെല്ലാം അരങ്ങേറുന്നത്. മുത്തശ്ശിയുടെ കൂടെ വൈകിട്ട് സൗദാമിനി അമ്മയും ഗോവിന്ദേട്ടനും പോകുമോ, അതോ മുത്തശ്ശി മാത്രമാണോ അമ്പലത്തിലേക്ക് പോകുന്നത്? ഞങ്ങൾ എന്ന് മുത്തശ്ശി പറഞ്ഞതിനാൽ സൗദാമിനി അമ്മ കൂടെ പോകുമെന്ന് കരുതുന്നു. വരട്ടെ, നോക്കാം. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ മുത്തശ്ശി കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ആ സമയത്ത് അവൾ മുത്തശ്ശിയുടെ റൂമിലേക്കെത്തി. മേശപ്പുറത്ത് കാണുന്ന ഭാഗത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു നിലവറയുടെ താക്കോൽ. മുത്തശ്ശിയുടെ അരയിലാണ് അതിൻ്റെ വിശ്രമം എന്ന് ഇതിനോടകം തന്നെ മിത്ര മനസ്സിലാക്കി കഴിഞ്ഞു. കുളിക്കാൻ പോകുമ്പോൾ ഊരിവെച്ച താക്കോൽ കുളി കഴിഞ്ഞ് വരുന്നതുവരെ മേശപ്പുറത്ത് വിശ്രമിക്കുമെന്നൊക്കെ അവൾക്കറിയാം. അവൾ ആ താക്കോലെടുത്ത് മാറ്റി പകരം തൻ്റെ കയ്യിലുള്ള താക്കോൽ അവിടെ വെച്ചു. മച്ചിന് മുകളിൽ പഴയ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുന്ന ഒരു അറയുണ്ട്. ആ അറയുടെ താക്കോലും നിലവറയുടെ താക്കോലും ഏതാണ്ട് കണ്ടാൽ ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ താക്കോൽ മാറ്റിയത് പെട്ടെന്നൊന്നും മുത്തശ്ശി അറിയാൻ ഇടവരില്ല എന്ന് മിത്രയ്ക്ക് അറിയാമായിരുന്നു. താക്കോൽ ഭദ്രമായി അവൾ കിടക്കുന്ന മുറിയിലെ മേശയ്ക്കകത്ത് വെച്ചുകൊണ്ട് അവൾ കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സൗദാമിനി അവിടേക്ക് വന്നു. മോളെ, തൊട്ടുകൂടായൊന്നും ആയിട്ടില്ലല്ലോ? അവർ വാതിൽക്കൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു. ഇല്ല, കിടന്നുകൊണ്ട് തന്നെ അവൾ മറുപടി പറഞ്ഞു. മോളോട് താഴേക്ക് വരാൻ മുത്തശ്ശി പറഞ്ഞു. ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഗോവിന്ദേട്ടനും വരുന്നുണ്ടോ? ഗോവൺ ഇറങ്ങി നടുത്തളത്തിലേക്ക് എത്തുമ്പോൾ മിത്ര ചോദിച്ചു. ഉവ്, പൂജ കഴിയുമ്പോൾ നേരം ശിയാവും. അന്നേരം തിരിച്ചു വരാൻ ഞങ്ങൾക്ക് പേടിയാവില്ലേ? പോയിട്ട് വരാം അഗ്നി മോളെ. ശുദ്ധിയല്ലാന്ന് കണ്ട ഒരിടത്തും തുടരുതിട്ടോ. മുത്തശ്ശി അവളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. അവർ 3 പേരും പടിപ്പുര കടന്ന് മറയുന്നത് മിത്ര നോക്കി നിന്നു. അതിനുശേഷം പൂമുഖവാതിൽ അടച്ച് കയ്യിലുള്ള താക്കോലുമായി അവൾ നിലവറയ്ക്ക് നേരെ നടന്നു. കയ്യിലൊരു റാന്തൽ വിളക്കുള്ളതുകൊണ്ട് നിലവറയ്ക്കുള്ളിലെ അന്ധകാരത്തെ മാറ്റാൻ കുറേയൊക്കെ അവൾക്ക് കഴിഞ്ഞു. അവളുടെ ലക്ഷ്യം ആ പെട്ടിയായിരുന്നു. പെട്ടിക്കടുത്ത് റാന്തൽ വിളക്ക് വച്ചതിന് ശേഷം അവൾ പെട്ടി തുറക്കാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ അതിനും താക്കോൽ ഉള്ളതിനാൽ അവൾക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. റാന്തൽ വിളക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ആ നിലവറയ്ക്കുള്ളിലാകെ പെട്ടിയുടെ താക്കോലിനായി തിരഞ്ഞു. എവിടെയായിരിക്കും മുത്തശ്ശി ഇതിൻ്റെ താക്കോൽ കൊണ്ട് വച്ചിരിക്കുക? മുത്തശ്ശിയുടെ റൂമിൽ തന്നെ ആയിരിക്കുമോ? പെട്ടി തുറക്കാനും കാണാനും നല്ലൊരു സമയമായിരുന്നു ഇത്. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അവൾ പെട്ടിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് അതിന് മുകളിലേക്ക് ചാഞ്ഞു കിടന്നു. ഒരാമാടപ്പെട്ടിയുടെ ആകൃതി പോലെയായിരുന്നു ആ പെട്ടി. മുകൾ ഭാഗം കുറുമ്പിച്ചിട്ടുള്ള ആ പെട്ടിയെക്കുറിച്ച് ആലോചിച്ച് കിടന്നപ്പോൾ മണിച്ചത്രത്താഴിലെ രംഗം അവൾക്ക് ഓർമ്മ വന്നു. വേഗം അവൾ പെട്ടിയിൽ നിന്നും എഴുന്നേറ്റ് കൂർത്ത ഭാഗത്തിൻ്റെ സൈഡിലൂടെ കൈ കടത്തിയതും പ്രതീക്ഷിച്ച സാധനത്തിന്മേൽ തന്നെ കൈ ചെന്നുകൊണ്ടു. താക്കോൽ കയ്യിലേക്ക് കിട്ടിയതും അവൾക്ക് നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു കിട്ടി. വേഗം തന്നെ അവൾ ആ പെട്ടി തുറന്നു. ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ. ഓരോന്നും അവൾ സൂക്ഷ്മതയോടെ പുറത്തേക്ക് എടുത്തു വച്ചു. പലതും അവൾ മൊബൈലിൽ പകർത്തി വെച്ചു. ചിലതെല്ലാം കാണുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നിയെങ്കിലും അവൾ സമചിത്തത കൈവരിച്ചു. ഈ പെട്ടി തുറക്കാൻ തനിക്ക് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ അതായിരുന്നേനെ തൻ്റെ ജീവിതത്തിലെ പരാജയമെന്ന് അവൾ ആ നിമിഷം ചിന്തിച്ചു. അവൾക്ക് ആവശ്യം വേണ്ട 1-2 സാധനങ്ങൾ കയ്യിലെടുത്തതിന് ശേഷം ബാക്കിയൊക്കെ യഥാസ്ഥാനത്ത് തന്നെ വെച്ച് അവൾ പെട്ടി അടച്ചു. താക്കോൽ കിട്ടിയിടത്ത് തന്നെ വെച്ചു. നിലവറ പൂട്ടിയതിന് ശേഷം ആ താക്കോൽ എടുത്ത് മച്ചിലെ താഴിൽ വച്ചു. മുത്തശ്ശിയുടെ കയ്യിൽ നിന്നും താക്കോൽ മാറ്റിയെടുക്കേണ്ടതില്ലെന്ന് തന്നെ അവൾ ആ നിമിഷം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കാരണം താൻ നിലവറ തുറന്നിരിക്കുന്നു എന്ന സത്യം മുത്തശ്ശി തിരിച്ചറിയണം, അറിഞ്ഞേ തീരൂ. താൻ ഇവിടെ നിന്ന് പോയാലും താക്കോൽ മാറിയ വിവരം അറിയുന്ന നിമിഷം മുത്തശ്ശി തന്നെ വിളിച്ചിരിക്കും. അന്നാണ് താൻ പലതും മുത്തശ്ശിയോട് ചോദിക്കാൻ പോകുന്നത്. എൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയെല്ലാം മുത്തശ്ശി അന്ന് വള്ളി പുള്ളി വിടാതെ പറഞ്ഞിരിക്കും. അതിനു മുൻപ് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. അവൾ റൂമിലെത്തിയതിനു ശേഷം ഫോൺ എടുത്ത് കോൾ ചെയ്തു. താൻ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾ അയാളുമായി പങ്കുവച്ചു. അവൾ എടുത്ത ഫോട്ടോസെല്ലാം അയാൾക്ക് അയച്ചു കൊടുത്തു. നാളെ വരാം എന്നൊരു മെസ്സേജും ടൈപ്പ് ചെയ്തിട്ട് അവൾ ബെഡിലേക്ക് തന്നെ കിടന്നു. 8 മണി കഴിഞ്ഞിട്ടാണ് അവരെല്ലാം അമ്പലത്തിൽ നിന്നും വന്നത്.
ഞാൻ നാളെ രാവിലെ വീട്ടിലേക്ക് പോകും. അത്താഴം കഴിക്കുന്നതിനിടയിൽ മിത്ര മുത്തശ്ശിയോട് പറഞ്ഞു. മുത്തശ്ശിയുടെ കുട്ടിക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പറ്റില്ല മുത്തശ്ശി, നാളെ തന്നെ പോണം. എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും. അതെല്ലാം നീ വെറുതെ പറയുന്നതല്ലേ. പോയാൽ പിന്നെ തിരിച്ചു വരുന്നത് 1-2 ആണ്ട് കഴിഞ്ഞിട്ടായിരിക്കും. ഇനി അത്ര കാലമൊന്നും മുത്തശ്ശി ഇരിക്കുമെന്ന് തോന്നുന്നില്ല. സുഭദ്രാമയുടെ സങ്കടത്തോടെയുള്ള സംസാരം കേട്ട് ഒന്ന് പുഞ്ചിരിച്ചു മിത്ര. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാണ് മുത്തശ്ശി, തിരിച്ചു വരും ഞാൻ. പിറ്റേന്ന് ഇറങ്ങാൻ നേരം അവൾ മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ചു. ഈ ജീവിതത്തിൽ സാധിക്കാനായി എൻ്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടോ? പെട്ടെന്ന് അവൾ അങ്ങനെ ചോദിച്ചതും അവരുടെ വൃദ്ധ നയനങ്ങൾ നിറഞ്ഞു. മുത്തശ്ശൻ അടിച്ചിറക്കിയവളെ ഒരു നോക്ക് കാണണമെന്നുണ്ട്. അതുമാത്രമേയുള്ളൂ ഈ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹം. അവൾ അവരെ മാറോട് ചേർത്തു. ആ നെഞ്ചിലെ കനൽ എരിയുന്നത് അവൾക്ക് കാണാമായിരുന്നു. തിരിച്ചു ചെല്ലുന്ന വിവരം അവൾ കിച്ചുവിനെ വിളിച്ചറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ യാത്ര ബസ്സിലാക്കിയിരുന്നു. മുല്ലശ്ശേരിയിൽ നിന്നും ഗുരുവായൂരിലേക്കും ഗുരുവായൂരിൽ നിന്നും തൃശ്ശൂരിലേക്കും അവൾ ബസ് കയറി. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വന്നിറങ്ങുമ്പോൾ അവളെ കാത്തിട്ടെന്നോണം അവിടെ ഒരാൾ നിന്നിരുന്നു. മൂർത്തി അങ്കിൾ. കിഷോർ മാധവിൻ്റെ അച്ഛൻ കൃഷ്ണമൂർത്തി. കൃഷ്ണമൂർത്തിയുടെ അച്ഛൻ്റെ പേരാണ് മാധവമൂർത്തി. അച്ഛനോട് ഒത്തിരി ഇഷ്ടമുള്ള കൃഷ്ണമൂർത്തി തനിക്കൊരു മകൻ ഉണ്ടായപ്പോൾ അവനെ മാധവെന്ന് പേരിട്ടതാണ്. പിന്നീടത് കിഷോർ മാധവായി മാറി. മൂർത്തി അങ്കിളിൻ്റെ കൂടെ കാറിലേക്ക് കയറുമ്പോൾ മിത്രയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. മോളുടെ ഊഹങ്ങളെല്ലാം ശരിയാണ്. എന്നാലും ഇതിലെ വില്ലനിലേക്ക് മോൾ എങ്ങനെ എത്തി? എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നെങ്കിലും വില്ലനെ തിരിച്ചറിഞ്ഞ ഘടകം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓടുന്ന കാറിൽ പുറംകാഴ്ചകളിൽ മുഴുകിയിരിക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞിരുന്നു. അയാളെ ചതിച്ചത് ആ ലെറ്ററാണ് മൂർത്തിയെങ്കിൽ. ഫോൺ വിളിക്കുന്നത് സേഫല്ല എന്ന് തോന്നിയതിനാലാണ് അയാൾ എനിക്ക് കത്തെഴുതിയത്. ആ അക്ഷരങ്ങളിലൂടെ എൻ്റെ മിഴികൾ പാഞ്ഞു പോകുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സ് പിന്നിലേക്ക് നടക്കുകയായിരുന്നു. കഴിഞ്ഞു പോയതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അയാളുടെ പങ്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നാലും ഇങ്ങനെയെല്ലാം ചെയ്യാൻ അയാളും ആനന്ദ് സാറും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ലായിരുന്നു. ആ അന്വേഷണ ചുമതലയാണ് ഞാൻ മൂർത്തി അങ്കിളിന് തന്നത്. അതിൽ ഞാൻ 100% വിജയിച്ചു കഴിഞ്ഞു ഡിറ്റക്റ്റീവ് അഗ്നിമിത്ര. മൂർത്തി സാറിൻ്റെ ആ വാക്കുകൾ കേട്ടതും അവളൊന്ന് ആഞ്ഞു ചിരിച്ചു. ഇന്നലെ കിച്ചുവേട്ടൻ വിളിച്ചു പറഞ്ഞിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ ആനന്ദ് സാറാണെന്ന്. മറ്റൊരാളുടെ സഹായത്തോടെയാണ് അയാൾ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തതെന്നും പറഞ്ഞു. അങ്ങനെയെങ്കിൽ മറ്റൊരാൾ എന്ന് വിശേഷിപ്പിച്ചയാളെ ഇവരുടെ കയ്യിൽ കിട്ടിയെന്നാണല്ലോ അർത്ഥം. അതെ, മോൾക്ക് കാണണോ അയാളെ? അങ്ങനെ ചോദിച്ചുകൊണ്ട് മൂർത്തി സാർ തൻ്റെ ഫോണിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അവൾക്ക് നേരെ നീട്ടി കാണിച്ചു. ഇത് അയാളല്ലേ, സായ് സാരംഗ്? നിന്റെ മുന്നിൽ ഇയാൾ പ്രത്യക്ഷപ്പെട്ടല്ലേ? അതവരുടെ മറ്റൊരു നാടകമാണ്. നീ സഞ്ചരിക്കുന്ന വഴി ശരിയാണെന്ന് നിന്നെ ധരിപ്പിക്കുകയാണ് അവർ ചെയ്തത്. അതെ, അങ്ങനെ എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാണ് ബുദ്ധിമാനായ അയാളുടെ ഏറ്റവും വലിയ തോൽവി. എന്തായാലും പോലീസിൻ്റെ അടുത്തു നിന്നും അയാൾക്ക് സന്തോഷിക്കാനുള്ള വകയാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ ആനന്ദ് ഗംഗാധരനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ആനന്ദ് സാറിനെ അറസ്റ്റ് ചെയ്യുന്നത് 1 ദിവസത്തേക്ക് കൂടി നീട്ടാൻ വഴിയുണ്ടോ അങ്ങളെ? അവൾ പ്രത്യാശയോടെ മൂർത്തി സാറിൻ്റെ മുഖത്തേക്ക് നോക്കി. നീട്ടണമല്ലോ, അതിനുള്ള വഴികളെല്ലാം ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. എന്നാലല്ലേ നമ്മുടെ പദ്ധതികളെല്ലാം നടക്കൂ. അതുവരെ അയാൾ വിജയിച്ചു എന്ന് അഹങ്കരിക്കട്ടെ. കോഫി ഹൗസിൻ്റെ ഒരു ഒഴിഞ്ഞ മൂലയിലിരുന്ന് അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തു.